قل يا أيها الناس قد جاءكم الحق من ربكم فمن اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها وما أنا عليكم بوكيل صدق الله العظيم. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവാധിനാഥനായ പടച്ചറപ്പിൻ്റെ വിധികളും വിലക്കുകളും കഴിയുന്നിടത്തോളം മുഴു ജീവിതത്തിലും പാലിച്ച് തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് പതിവ് പോലെ ഇന്നും ആദ്യമായി ഞാൻ എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവനെ മാത്രം ആരാധിച്ചും അനുസരിച്ചും വിധേയപ്പെട്ടു മുത്തഖികളായി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ ഒന്നുകൂടി അടുക്കുകയാണ്. കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും വലിയ വാഗ്ദാനങ്ങളുമായി നമ്മളിലേക്ക് കടന്നു വരുന്ന ശുദ്ധമായ റമദാൻ മാസത്തെ നല്ല ഈമാനോടെയും ആരോഗ്യത്തോടെയും ഒക്കെ അതിലേക്ക് പ്രവേശിക്കാനും ഏറ്റവും നല്ല ഗുണപരമായ രൂപത്തിൽ എന്തെല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണോ വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്, ആ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാനുമുള്ള സൗഭാഗ്യം നൽകിയ അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ് അള്ളാഹുവിൻ്റെ ദീൻ പൂർത്തിയാക്കപ്പെട്ട ഒന്നാണ് എന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന പ്രഖ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രഭാഷണ വേളയിലാണ് അവതരിക്കുന്നത്. ദീന് പൂർത്തിയായിരിക്കുന്നു എന്നാണ് ആ പ്രഖ്യാപനം. ആ ഇസ്ലാം ദീൻ അതിലെന്തെങ്കിലും തിരുത്തലുകൾ വരുത്താൻ, ശരീഅത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനുള്ള അനുവാദം ആർക്കും നൽകപ്പെട്ടിട്ടില്ല. നമ്മളെല്ലാവരും അതുകൊണ്ട് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അള്ളാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടു. പിന്നെ പറയുന്നത് വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഞാൻ സംതൃപ്തനാണ് ആ കാര്യത്തിൽ. ഇനി അതിനകത്ത് കൂട്ടാനും കുറയ്ക്കാനൊന്നുമില്ല. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ നബിയായും തൃപ്തിപ്പെട്ടിരിക്കുന്നു. സമ്പൂർണ്ണമാണ്, പൂർത്തീകരിച്ചു. പൂർത്തിയാക്കപ്പെട്ട ആ ദീനിനെ ജീവിതത്തിലുടനീളം പാലിക്കാമെന്ന പ്രതിജ്ഞയാണ് ഷഹാദത്ത് കലിമയിലൂടെ നമ്മളെല്ലാവരും നടത്തിയത്. ഇനി അതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. സകല കാര്യങ്ങളും അതിനെ വിധേയപ്പെടുത്താൻ ഞാൻ തീരുമാനിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങളുണ്ട്, അനുഷ്ഠാന കാര്യങ്ങളുണ്ട്, എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണത്. ഇസ്ലാം ദീനിൽ നമുക്കറിയാം, സത്യസന്ധരായ നല്ല മുസ്ലിങ്ങളാകണം എന്ന് കുറച്ചു മുമ്പ് ഒരു ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു വെച്ചു. നമ്മൾ സത്യസന്ധരായിരിക്കണം. യഥാർത്ഥത്തിൽ ഷഹാദത്ത് കലിമയിലുള്ള എൻ്റെ സത്യസന്ധത നിരന്തരമായി അളക്കപ്പെടുകയാണ്. എൻ്റെ 5 നേരത്തെ നമസ്കാരം ഞാൻ സത്യസന്ധനായ ഒരു മുസ്ലിം തന്നെയാണ് ഇപ്പോഴും എന്ന പ്രഖ്യാപനമാണ്. അതിൽ മാറ്റമൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് വജ്ഹത്തിൽ നമ്മൾ വഅന മിനൽ മുസ്ലിമീൻ, അള്ളാഹുവിനോട് പറയണം, അല്ലാഹ് ഞാനൊരു മുസ്ലിമാണ് പടച്ചവനെ. ഹനീഫ മുസ്ലിമൻ എന്നാണ്, ഹനീഫായ മുസ്ലിമാണ് ഞാൻ, ഹനീഫായ മുസ്ലിമാണ് എന്ന് നിരന്തരം നമ്മൾ പറയാണ്. നമ്മുടെ കർമ്മത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇസ്ലാമിൻ്റെ വിശ്വാസക്കാരി മാലിക് അള്ളാഹുവാണ്. എല്ലാറ്റിൻ്റെയും മിൽക്കിയത്ത് അള്ളാഹുവിനാണ്. മാലിക്കും മലിക്കും അള്ളാഹുവാണ്.
എല്ലാറ്റിൻ്റെയും ഉടമാവകാശം അള്ളാഹുവിനുള്ളതാണ് എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒന്നിന്റെയും ഉടമസ്ഥൻ ഞാനല്ല, കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ഞാനല്ല. അപ്പൊ എന്റെ സമ്പത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, എന്റേതല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഞാൻ എത്ര കണ്ട് സത്യസന്ധനാണ് എന്നതിന്റെ വിളംബരമാണ് സക്കാത്ത്. സിദ്ഖ് എന്ന അറബി വാക്കിൽ നിന്നാണ് സദഖ എന്ന പദമുണ്ടായി. സക്കാത്തിന് ഖുർആനിൽ സദഖ എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. സദഖ എന്ന് പരാമർശിക്കുന്നുണ്ട്. സദഖ എന്ന് പറഞ്ഞാൽ സത്യസന്ധനായ ഒരു മുസ്ലിമിൽ നിന്ന് സംഭവിക്കുന്നതാണ് സത്യസന്ധമായി അതിന്റെ സദഖയും. മാലിക് അള്ളാഹു ആണല്ലോ, ഞാൻ ഉടമസ്ഥനല്ലല്ലോ. അള്ളാഹു എൻ്റെ കയ്യിൽ തരികയാണ്. എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല ഇതൊന്നും. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത ലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അള്ളാഹുവെ, നീ നൽകുന്നത് തടയാൻ ആർക്കും കഴിയില്ല, നീ തടഞ്ഞ കാര്യങ്ങൾ നൽകാനും ആർക്കും കഴിയില്ല. അള്ളാഹു നിന്റെ അല്ലേ, എല്ലാം അള്ളാഹുവിൻ്റെതാണ്. എൻ്റെ ശരീരം, ആരോഗ്യം, എൻ്റെ ബുദ്ധി, നിന്റെ ഒന്നും ഉടമസ്ഥര് നമ്മളല്ല. അതുകൊണ്ടാണ് നമുക്ക് തോന്നും വിധം അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതിന്റെ ഉടമാവകാശം അള്ളാഹു നമുക്ക് തന്നിട്ടില്ല, കൈകാര്യ അവകാശമാണ് തന്നിട്ടുള്ളത്. സമ്പത്തിന്റെ കാര്യം അങ്ങനെയാ. എൻ്റെ കയ്യും കാലും കണ്ണും കാതും പോലെ അള്ളാഹു തന്ന ഒരു സാധനമാണത്. എൻ്റെ കയ്യും കാലും കണ്ണും കാതും ഒക്കെ പോലെ അള്ളാഹു എന്നെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച സംഗതിയാണ് സമ്പത്ത്. ഒരിക്കലും ഞാൻ എൻ്റെ ഉടമസ്ഥനെ അല്ല, ഉടമസ്ഥൻ അള്ളാഹു ആണ് എന്ന ഷഹാദത്ത് കലിമയിലൂടെ ഈ ഉടമാവകാശം പൂർണ്ണമായും അള്ളാഹുവിന് നൽകിയവന്റെ പേരാണ് മുസ്ലിം. അതുകൊണ്ട് അതെങ്ങനെ എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ചെലവഴിക്കണം, എത്ര കണ്ടത് മറ്റുള്ളവർക്ക് മാറ്റിവെക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങളാണ്. അപ്പൊ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നതാണ് ആ പ്രഖ്യാപനം. അപ്പൊ സക്കാത്ത് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സമ്പത്തിന്റെ കാര്യത്തിൽ എത്ര കണ്ട് സത്യസന്ധനാണ് ആ പ്രഖ്യാപനത്തിൽ എന്നുള്ള വലിയ വിളംബരമാണ് യഥാർത്ഥത്തിൽ സക്കാത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. സദഖ എന്ന് പറയുന്നത് നമുക്കറിയാം, സദഖ എന്ന വാക്കിന് വേറെയും ചില പൊരുളുകളും അർത്ഥങ്ങളും ഉണ്ട്. സദഖ അല്ലെ, സദഖ എന്ന് പറയുന്നത് എന്താ? എനിക്ക് അല്ലാഹു തആല നൽകിയത് എന്തോ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തുന്ന അവസ്ഥയുടെ പേരാണ് സദഖ. എനിക്ക് അറിവ് കിട്ടി, ഞാൻ ആ അറിവ് മറ്റൊരാൾക്ക് ഞാൻ പകർന്നു കൊടുക്കുകയാണ് അയാളുടെ. അപ്പോ ഇൽമിനെ സദഖ ചെയ്യുകയാണ്, ഞാൻ അങ്ങോട്ട് കൊടുക്കും. സദഖയാണ്, സദഖയുടെ ഒരു രൂപമാണത്. എനിക്ക് അല്ലാഹു തആല നല്ല ആരോഗ്യം തന്നു, അപ്പൊ ആരോഗ്യമില്ലാത്ത ഒരാളെ ഞാൻ സഹായിക്കുകയാണ്. സദഖയുടെ രൂപങ്ങളാണ് ഇതെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദഖയുടെ പൊരുൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊന്നിന്റെ ഉടമസ്ഥരല്ല എന്ന് പറഞ്ഞല്ലോ. നമ്മളൊക്കെ നിരന്തരമായി സദഖ സ്വീകരിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. ദാനമാണല്ലോ, ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് പരസ്പരമുള്ള ദാനങ്ങളിലൂടെയാണ്, ആദാന പ്രദാനങ്ങളിലൂടെയാണ്. സൂര്യന്റെ സദഖ സ്വീകരിക്കാതെ ഇവിടെ ഒരു ജീവജാലത്തിനും നിലനിൽപ്പില്ല. സൂര്യന്റെ സദഖയാണ് ആ കിട്ടുന്ന വെളിച്ചവും ചൂടും ഒക്കെ. അത് നമുക്ക് സദഖ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. വൃക്ഷങ്ങൾ നമുക്ക് സദഖ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്സിജൻ നമുക്ക് തന്നെ തരിക, നമ്മളിങ്ങനെ വലിച്ചെടുക്കുകയാണ്. മറ്റുള്ള പക്ഷേ എല്ലാ ജീവജാലങ്ങളിലും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ചിലതൊന്നും നമ്മളിൽ നിന്ന് ഒന്നും സ്വീകരിക്കാതെയാണ് ഇതിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലതാവട്ടെ ചിലതൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ്. ഏറ്റവും മനോഹരമായതിനെ മറ്റുള്ളവർക്ക് നൽകുക എന്നത് ഇവിടെ നിലനിൽക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചത്തിന്റെ ഈ ഭൂമിയുടെയൊക്കെ മനോഹരമായ വ്യവസ്ഥകളിൽ ഒന്നാണത്. പശു വെറും പുല്ലാണ് കടിച്ചു തിന്നുന്നത്, ഇങ്ങനെ കടിച്ചിങ്ങനെ എടുക്കും. ഏറ്റവും വില കുറഞ്ഞ സാധനം, നമ്മൾ സാധാരണ ഏറ്റവും വില കുറഞ്ഞതിനെ കുറിച്ച് പറയാം, പുല്ലിന്റെ വില പോലും നിനക്കില്ല എന്നൊക്കെ പറയും. അങ്ങനെയാണ് പുല്ല് ഇല്ലേ, അതാണ് ആ കടിച്ചു തിന്ന വൈക്കോല്. കേട്ടാ, അന്ന് തിരിച്ചിങ്ങോട്ട് എന്തൊക്കെയാ തരിക? ഭൂമിയിൽ നിന്ന് എടുക്കുന്ന സാധനം അതാണ്. തിരിച്ചിങ്ങോട്ട് എന്തൊക്കെയാ തരുന്നത്? നല്ല രുചികരമായ പാല്, മാംസം എന്ന് മാത്രമല്ല, കടിച്ചെടുക്കുന്ന പുല്ലിന് പകരമായി ആ ഭൂമിയുടെ ഉപരിതലത്തെ കൂടുതൽ ഫലഭൂയിഷ്ടമാക്കാൻ ആവശ്യമായ തരത്തിൽ അതെന്ത് നൽകുന്നുണ്ട്? ചാണകം നൽകുന്നു. അങ്ങനെ ഇതെല്ലാം അതെങ്ങനെ കേട്ടോ, ഇങ്ങനെ മനോഹരമായി പരിപാലിക്കുകയാണില്ലേ. മറ്റുള്ളവർക്കെല്ലാം ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുക.
മനുഷ്യനോ ഇതെല്ലാം ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം അവനവനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. തിരിച്ച് നമ്മൾ എന്താ അങ്ങോട്ട് കൊടുക്കുന്നു? തിരിച്ച് നമ്മൾ എന്താണ് അങ്ങോട്ട് കൊടുക്കുന്നത്? അതിന് പറയേണ്ടതില്ല അല്ലേ? ഇതിനെ, ഈ ഭൂമിയെ വൃത്തികേടാക്കിക്കൊണ്ട്, ഇതിനെ നശിപ്പിച്ചുകൊണ്ട്, ഒരു ഉപകാരവുമില്ലാത്ത ഭൂമിയുടെ ഭാരങ്ങളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെ ആകാൻ പാടില്ല എന്നാണ്. എന്ത് ചെയ്യണം? സാധ്യമാകും വിധം നമ്മളും സദക്ക ചെയ്തുകൊണ്ടേയിരിക്കണം. നിരന്തരമായി സദക്ക ചെയ്യണമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, കുല്ലു സുലാമ മിനന്നാസി അലൈഹി സദഖ കുല്ലു യൗമിൻ തത്ലു ഫീ ശംസ്. സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിനങ്ങളിലും എല്ലാ മനുഷ്യരും തന്റെ ശരീരത്തിന്റെ ഓരോ ജോയിൻസിനും പകരമായി സദക്ക ചെയ്യണമെന്ന് പറഞ്ഞു. സഹാബാക്കളാകെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും, ഇതിന് മാത്രം സദക്ക ചെയ്യാൻ ഞങ്ങളുടെ കൈ വല്ലതും ഉണ്ടോന്നാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സദക്ക ഇങ്ങനെ വിശദീകരിക്കുകയാണ്. സദക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ കാര്യം, പല ഹദീസുകളിലായി ധാരാളം കാര്യങ്ങൾ നമുക്കിങ്ങനെ വായിച്ചെടുക്കാം. ഒരാളോട് നല്ല വർത്തമാനം പറയുന്നത് സദക്കയാണ്. അവർക്ക് മനസ്സിന് സമാധാനം ഉണ്ടായി. ചീത്ത പറയുന്ന പോലെ അല്ലല്ലോ. നല്ല വർത്തമാനം കേട്ടു, അതൊരാൾക്ക് സമാധാനം ഉണ്ടായി, മറ്റൊരാൾക്ക് നിനക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സദക്കയാണത് എന്ന് പറഞ്ഞു. ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിച്ചു, വാഹനത്തിൽ നിറങ്ങാൻ സഹായിച്ചു. ഉണ്ടോ? വഴിയിൽ കിടക്കുന്ന എന്തോ ആളുകൾക്ക് തടസ്സവും ശല്യവുമായ എന്തോന്നാ നീക്കിയിട്ടു. ഇങ്ങനെ ധാരാളമായി സദക്ക സാധ്യമാകും വിധമെല്ലാം ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മളാൽ കഴിയുമ്പോൾ നമ്മളും എന്ത് ചെയ്യണം? സദക്ക ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. സാധ്യമാകും വിധം എല്ലാം ചെയ്യുക. അതിനോട് മരം നട്ടു വളർത്താൻ പറഞ്ഞു, അത് സദക്കയാണ്. ആ മരം വളർന്നു വലുതായി, അതിൽ ഫലങ്ങളുണ്ടായി, കായകളുണ്ടായി, പക്ഷികൾ അത് കൊത്തിത്തിന്നു, അതെല്ലാം നിനക്ക് സദക്കയായി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പൊ സദക്ക നമ്മളാൽ കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഈ സദക്ക ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടേ ഇരിക്കണം എന്നതാണ്. അപ്പൊ സദക്ക എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യാണ്? മനുഷ്യനാകണമെങ്കിൽ നമ്മളിൽ നിന്ന് സ്വാഭാവികമായും ഉണ്ടാകേണ്ടുന്ന ഒരു പ്രവർത്തനമാണ്. അത് നിർബന്ധമായി നിർവഹിക്കേണ്ട സദക്കയെ കുറിച്ചാണ് നമ്മൾ സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്തിനകത്തും ഇത് സംഭവിക്കുന്നുണ്ട്. സക്കാത്ത് അങ്ങനെയുള്ളൂ. ഇനി സക്കാത്തിന്റെ കാര്യത്തിലും ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സക്കാത്തിലൂടെ ഒരു മനുഷ്യന് വിശുദ്ധി ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധനാക്കും ഒരു മനുഷ്യനെ. ജീവിത വിശുദ്ധി എന്താ? കറകളഞ്ഞ വിശുദ്ധി അവിടെയാണല്ലോ അല്ലെ? വിശുദ്ധി ഉണ്ടാകേണ്ടത് എന്റെ ഈമാനിലാണ്. കറകളഞ്ഞ ഈമാനുള്ള ഒരു മനുഷ്യനാക്കി ഒരാൾ അത് മാറ്റും. കാരണം എന്താ അറിയോ? ആകപ്പാടെ മനുഷ്യർക്ക് കൈവയ്ക്കാൻ ഏറ്റവും പ്രയാസം പിടിച്ച സ്ഥലങ്ങളിലൊന്നാണ് തന്റെ പോക്കറ്റ്. ഇതൊരാൾക്ക് എടുത്തു കൊടുക്കുക എന്നുള്ള ഭയങ്കര സംഗതിയാണ്. കറകളഞ്ഞ ഈമാനുള്ള ഒരു മനുഷ്യനെ അത് നിർവഹിക്കാൻ കഴിയുള്ളൂ. സക്കാത്ത് നിർവഹിക്കുന്നതിലൂടെ കറകളഞ്ഞ ഒരു മുഅ്മിനായി, പരിശുദ്ധനായ ഒരു മനുഷ്യനായി അയാൾ മാറുകയാണ് ചെയ്യുന്നത്. നമസ്കാരം മാത്രം പോരാ. നമസ്കാരത്തിലൂടെ മാത്രം ഒരുത്തന് വിശുദ്ധനാകാൻ കഴിയില്ല. സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ സമ്പാദ്യത്തെ കുറിച്ചും പ്രത്യേകം പറയേണ്ടതുണ്ട് കേട്ടോ. നന്നായി പണിയെടുക്കാനാ പറഞ്ഞത്. നമസ്കാരത്തെ, ജുമാ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്ത് പോലും ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ്. ജുമാ നമസ്കാരം കഴിഞ്ഞു, നേരത്തെ വരാനൊക്കെ പറഞ്ഞു കേട്ടോ. ഇനി കഴിഞ്ഞാലോ ഞാൻ അവിടെ വട്ടം കൂടി ഇരിക്കണ്ട, കുറച്ചേരം ഇരുന്ന് ദിക്റും ദുആയും ചെയ്യാൻ പറ്റില്ല എന്നല്ല കേട്ടോ എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം പഠിപ്പിക്കുക. ഫന്തശിറൂ ഫിൽ അർദ്, ഭൂമിയിലേക്ക് ഇറങ്ങിക്കോളൂ. വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഫളിൽ തേടാനാ. കച്ചവടം നടത്താനാ പറയണത്. കൃഷി ചെയ്യേ, കടയൊന്നും അടക്കണ്ട, വെള്ളിയാഴ്ച ലീവ് ഒന്നുമില്ല, പണിയെടുക്കാനാ. പണം നല്ലോണം സമ്പാദിക്കണം, നല്ല പൈസ ഉണ്ടാവണം. അത് മോശമായ സംഗതിയല്ല. നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ ഒരു പ്രചരണമുണ്ട്. പൈസ എന്തോ ഒരു മോശം കാര്യം മാതിരിയാ. അങ്ങനെയല്ല. നമുക്കറിയാമല്ലോ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കളിൽ ഭൂരിഭാഗം ആളുകളും മഹാപണക്കാരാ. എല്ലാവരും ഏകദേശം എല്ലാവരും പറയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ മഹാപണക്കാരാണ്, നല്ല പൈസക്കാരാണ് എല്ലാവരും. പണം ഇതിന് തടസ്സമല്ല എന്ന് മാത്രമല്ല, പണം സ്വർഗത്തിലെത്താൻ എളുപ്പ വഴിയും കൂടിയാ. നല്ലോണം അതുകൊണ്ട് സമ്പാദിക്കാനാ പറഞ്ഞ, പണം ഉണ്ടാക്കാനാ പറഞ്ഞ. മടിയന്മാർക്ക് അതിനകത്ത് സ്ഥാനമില്ല, മടിയനായിരിക്കാന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് പണം ഉണ്ടാകണം. തന്നാൽ കിട്ടുന്ന തന്റെ കൈവശം വരുന്ന പണത്തിൽ അതെന്ത് ചെയ്യണം? അള്ളാഹു പറഞ്ഞ പ്രകാരം അത് കൈകാര്യം ചെയ്യുകയും ചെയ്യണം. അപ്പോ സമ്പത്ത് ഉണ്ടാകണം. അപ്പൊ സമ്പത്ത് നല്ല കാര്യത്തിന് ചെലവഴിക്കുക എന്നത് നല്ല മുഅ്മിനീങ്ങൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. സക്കാത്ത് കൊടുക്കുന്ന അങ്ങനെയാണല്ലോ. സക്കാത്ത് കൊടുക്കണമെങ്കിൽ ഒരു വർഷം മുതൽ തന്റെ കണക്കൊക്കെ രേഖപ്പെടുത്തണം. പേടിച്ചിട്ട് നമുക്ക് എഴുതി വെക്കല് തന്നെ. എല്ലാം സൂക്ഷ്മതയാണ്. ഒരു വർഷത്തെ മൊത്തം കണക്ക് നോക്കി, ഒന്നും കുറവ് വരാൻ പാടില്ല. എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നാളിൽ
കടക്കാരനായി എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഇടവരാൻ പാടില്ല. അപ്പൊ സക്കാത്ത് കൃത്യമായിട്ട് അയാൾ കണക്കാക്കുകയാണ്. കൃത്യമായി കണക്കാക്കി അത് വർഷാവസാനം ഓരോന്നും തികയുമ്പോൾ സക്കാത്ത് 2.5% മാത്രമല്ല കേട്ടോ, അത് അങ്ങോട്ട് പോയി 20% വരെ അങ്ങനെ നീണ്ടുപോകുന്ന പല കാര്യങ്ങൾക്കും പല അളവിലാണ്. ഇതൊക്കെ കിട്ടുമ്പോൾ ആളുകൾക്ക് ഇത്രയും വലിയ തുകയൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും. ഇത്രയൊക്കെ കൊടുക്കണോ? അവ പലതരത്തിലുള്ള ഒഴിഞ്ഞു മാറാനുള്ള വഴികൾ അയാളെ തേടും. നമ്മുടെ ഇടയ്ക്ക് ഉണ്ട് അങ്ങനെ കേട്ടോ. സക്കാത്ത് കൊടുക്കാതിരിക്കാൻ വല്ല പഴുതുമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതിന്റെ മസാല ചോദിച്ച് പിന്നാലെ ഉസ്താദ്മാരുടെ പിന്നാലെ നടക്കുന്ന ആളുകളുണ്ട്. ഉസ്താദ്മാർക്കൊക്കെ അതിന് മസാലകളും ഉണ്ട് കേട്ടോ. ഇത് കൊടുക്കാതിരിക്കാനും മസാല ധാരാളം ഉണ്ട്. അത് ഇവിടെ പറയാൻ പറ്റില്ല. ഇപ്പൊ അത് കേട്ടിട്ട് ഇപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ സക്കാത്തിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഒരൊട്ടകം സക്കാത്ത് കൊടുക്കേണ്ട ആള് തന്റെ ഒട്ടകക്കൂട്ടത്തിൽ മൊത്തം ഇങ്ങനെ വരതുകാണ്. അതിലേറ്റവും വിലപിടിപ്പുള്ള ഒട്ടകം ഏതാണ്? ഒരെണ്ണം കൊടുത്താൽ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതിയല്ലോ, അല്ലെ? ഒരു മെലിഞ്ഞെട്ടി ഒരെണ്ണം, വില കിട്ടാത്ത ഒരെണ്ണം, അങ്ങനെയും കൊടുക്കാം. പക്ഷെ അവർ കൊടുത്തിരുന്നത് അതാണ് സത്യസന്ധത. അവരെങ്ങനെ കൊടുത്തിരുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഉള്ളതിൽ ഏറ്റവും നല്ലത്, ഏറ്റവും വിലപിടിപ്പുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുകയാണല്ലോ. ഇതെല്ലാം എനിക്ക് തന്ന റബ്ബാണ്, ആ റബ്ബിന്റെ മാർഗത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കാം. ഇതാണ് സത്യസന്ധത. അപ്പൊ ഇങ്ങനെ സത്യസന്ധനായി നല്ല സത്യസന്ധരായ മനുഷ്യരിൽ നിന്നാണ് ഇതങ്ങോട്ട് സ്വീകരിക്കുക. നമ്മൾ കാശ് കൊടുത്തില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നേ, പക്ഷെ അതെന്റെ സത്യസന്ധതയുടെ അടയാളമാണ്. അതുകൊണ്ട് എന്നെ വിശുദ്ധനായ, ഇതാണ് വിശുദ്ധി. ബാക്കി കരുത്ത് എടുത്ത് നിസ്കരിച്ച് ഈ പറയുന്ന പോലെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്ത് ദിക്റും ദുആയും ചെയ്തൊക്കെ പോകാം. അതിലൂടെ മാത്രം വിശുദ്ധി നേടിയെടുക്കാൻ ഒരുത്തന് കഴിയുകയില്ല എന്ന് തീർത്തു പറയാൻ. സമ്പന്നനാണോ നീ വിശുദ്ധനാകാം. നമ്മുടെയൊക്കെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാന്നൊക്കെ പറഞ്ഞ ചില മതത്തിലൊക്കെ ഉണ്ടല്ലോ. ഇത് തസ്കിയത്താണത്. റബ്ബ് വിശുദ്ധനായി പ്രഖ്യാപിക്കും ഒരുത്തനെ. ആരെ? സക്കാത്ത് കൃത്യമായി നിർവഹിക്കുന്നവനെ. അത് ആ വിശുദ്ധിയുടെ ഭാഗമായി അള്ളാഹു എങ്കിൽ നിന്ന് വിശുദ്ധനാണ് എന്നുള്ള പദവി നമുക്ക് ലഭിക്കും. വിശുദ്ധി നമുക്ക് പ്രദാനം ചെയ്യും എന്നതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല സക്കാത്തിന്റെ സംഗതി. അപ്പൊ സക്കാത്ത്, അപ്പൊ ചില ആളുകൾക്ക് തോന്നും ഞാൻ പണിയെടുത്തുണ്ടാക്കിയതാണല്ലോ. ഇനി ചിലർക്ക് ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാലും ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. ചിലർക്ക് അങ്ങനെ തോന്നും, ഞാൻ പണിയെടുത്തുണ്ടാക്കിയതാണ്, ഞാൻ കഷ്ടപ്പെട്ടതാണ്, ഞാൻ വളരെ പ്രയാസപ്പെട്ട് പഠിച്ച് ഒക്കെ ഉണ്ട്. ഈ പഠിക്കാനും ഈ സൗകര്യങ്ങളെല്ലാം പടച്ചിറപ്പ് ഒരാൾക്ക് നൽകുന്നതാണ്. അയാള് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യം ഉള്ളത്. കാരണം എൻ്റെ കൂടെ ഇതേപോലെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾക്ക് ഇതിനുള്ള അവസരമൊന്നും കിട്ടിയില്ല. അല്ലാഹു തആല എനിക്കാനുള്ള അവസരം തന്നത് എന്ന് ചിന്തിക്കാം. എന്ന് മാത്രമല്ല അതിനകത്ത് ഒരുത്തൻ സക്കാത്ത് കൊടുക്കാൻ അർഹനായി മാറാനുള്ള സമ്പന്നനാകുന്നതിന്റെ പിന്നിൽ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അയാൾക്ക് കുറെ തൊഴിലാളികൾ വേണ്ടേ, നന്നായി പണിയെടുത്തേണ്ടവര്. ചിലപ്പോൾ നല്ല മുഅ്മിനായ തൊഴിലാളിയാണെങ്കിൽ തൊഴിലുടമയ്ക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തിട്ടും ഉണ്ടാകും, അല്ലാഹ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പണമുള്ളത് കൊണ്ടാണ് എനിക്കിവിടെ തൊഴിൽ കിട്ടിയത്. ഇതാണ് ഇസ്ലാമിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം. ഈ പ്രാർത്ഥനയിലൂടെയും കൂടെ ഉള്ള ബന്ധം കേട്ടോ. അല്ലാണ്ട് മുദ്രാവാക്യം വിളിച്ച് അവകാശം ചോദിക്കുന്ന ബന്ധം മാത്രമല്ല അത്. പിന്നെന്താ? മുദ്രാവാക്യമല്ല, പ്രാർത്ഥനയാണ്. മറുഭാഗത്ത് അവിടെ നിങ്ങോട്ടും പ്രാർത്ഥനാപൂർവമാണ്. അല്ലാഹുവേ, എൻ്റെ കൂടെ തൊഴിലെടുക്കുന്ന, എനിക്ക് വേണ്ടി പണിയെടുക്കുന്ന തൊഴിലാളികളാണല്ല, അവരുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്ന മുതലാളിയാണ് മുഅ്മിനായ ആള്. മറുഭാഗത്ത് അയാളെപ്പോഴും ആശങ്കാകുലനാണ്. ഏതെങ്കിലും കാര്യത്തിൽ പടച്ചവനെ അവരോടുള്ള ഹക്ക് നിർവഹിക്കാൻ എനിക്ക് കഴിയാതെ പോകുന്നുണ്ടോ എന്ന് വേവലാതിയുള്ള മനുഷ്യനും കൂടിയാണ് അയാൾ. ഇതാണ് എൻ്റെ പ്രത്യേകത. ഇതാണ് ഈ പാരസ്പര്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മുതലാളി തൊഴിലാളി ബന്ധത്തിൽ, മറ്റല്ല. അപ്പൊ എന്ത് രസമാണല്ലേ, എന്തൊരു സുഖമായിരിക്കും അങ്ങനെയുള്ള ഒരു കൗമിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ പറയണോ അല്ലേ, എന്ത് ആത്മാർത്ഥതയുള്ള ഒരു തൊഴിലാളിയായിരിക്കും അയാൾ, എന്ത് ആത്മാർത്ഥതയുള്ളൊരു മുതലാളിയായിരിക്കും മറ്റേ ആള്. രണ്ടാളും ഒരുപോലെയാണ്. അപ്പൊ ഈ മുതലാളി ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഒരുപാട് പേരുടെ കഠിനാധ്വാനം ഇതിന്റെ പിറകിലുണ്ട്. നിർധനരായ പാവപ്പെട്ട ഒരുപാട് തൊഴിലാളികൾ ഇതിനു വേണ്ടി പണിയെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, എന്റെ തൊഴിൽശാലയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെയുള്ള ഒരുപാട് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് വേണ്ടിയുള്ള വെള്ളം ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ പകരം കൊടുക്കാൻ 2.5%. മനസ്സിലാണ്ടോ? എന്ന് പറഞ്ഞാൽ അത് ഇവിടെയുള്ള അടിസ്ഥാന വർഗം സാധാരണക്കാരായ ആളുകളിലേക്ക് എവിടെ നിന്നൊക്കെയാണോ ഞാനിതൊക്കെ ശേഖരിച്ചെടുത്തത് അതൊക്കെയും അതിന്റെ 2.5% എന്ന് പറഞ്ഞത് 2.5% സക്കാത്താണ്. സദക്കയുടെ പട്ടികയും ഗണവും ഒക്കെ വേറെ തന്നെ കിടക്കുന്ന ഒരു സംഗതിയാണ്.
ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുന്ന സത്യസന്ധനായ ഒരു മനുഷ്യനാണ് അള്ളാഹുവേ. ഒറ്റയ്ക്ക് എനിക്കുണ്ടായതല്ല ഇതൊന്നും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് പ്രകൃതി വിഭവങ്ങളുണ്ട്. അതിനൊക്കെ പകരം അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കുന്നു, നീ 2.5% മാറ്റിവെക്കണം കൊല്ലം. അത് മാറ്റിവെച്ചു. കാരണം എന്താ അറിയോ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുണ്ടായതാണ് എൻ്റെ പണം. അല്ലാതെ ഞാനിങ്ങനെ വെറുതെ കുറച്ച് കാശും കൊണ്ടിരുന്നപ്പോ അതിങ്ങനെ പെരുകി വന്നൊരു സാധനമൊന്നും അല്ലത്. പണി ഒരുപാട് അതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്, ഒരുപാട് ചൂഷണങ്ങൾ നടന്നിട്ടുണ്ട്. നിന്റെ 10 റുപ്യന്റെ കൂടെ 1000 റുപ്യന്റെ വെള്ളവും വലിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ സാധനം. അതൊക്കെ നിനക്ക് എന്ത് ചെയ്യാം, നിനക്ക് പൊരുത്തപ്പെട്ട പുറത്തു തരാൻ പോവാണ്. എന്ത് ചെയ്യണം, അതിൽ നീ ഭാഗം മാറ്റിവെക്കണം. ഹക്കാണ്. അതുകൊണ്ടാണ് ഹക്ക് എന്നതിനെ കുറിച്ച് പറഞ്ഞത്. അത് നിന്റെ ഉത്തരവാദിത്തമാണ്, അത് നീ കൊടുത്തേ പറ്റൂ. നിന്റെ ഔദാര്യമല്ല എന്ന് പറയാനുള്ള കാര്യം അതാ. പണക്കാരന്റെ ഔദാര്യമല്ല എന്ന് പറയാനുള്ള കാരണം അതാ. കാരണം എന്താ അറിയോ, അത് അയാളുടേതല്ല. ശരിക്കും യഥാർത്ഥത്തിൽ അയാൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് സദഖ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട മൗലികമായ ഒരുപാട് വിശദാംശങ്ങളുള്ള ഒന്നാണ് സദഖ എന്ന്. അപ്പോ സക്കാത്ത് അതിൽ നിർബന്ധമായും നമ്മൾ മാറ്റിവെക്കേണ്ടുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ്. അതോടൊപ്പം സക്കാത്ത് എന്ന വാക്കിന്റെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് വളർച്ച എന്നാണ്. സക്കാത്തിന്റെ അർത്ഥം വളർച്ച എന്നാ. ആര് വളരുന്നു? അതിലൊരു ഭാഗം പറയുന്നത് നമുക്കറിയില്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? ഖുദു മിൻ അംവാലിഹിം സദഖത്തൻ, നീ അവരിൽ നിന്ന് സദഖ സ്വീകരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു തുതഹിറുഹും, അത് അവരെ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വതുസക്കീഹിം, അവരെ പരിശുദ്ധരാക്കും. അവരെ രണ്ടർത്ഥം, തുസക്കി എന്ന് പറഞ്ഞാൽ അവരെ വളർത്തുന്നു അതിനർത്ഥമുണ്ട്, വിശുദ്ധരാക്കുമെന്ന് അർത്ഥമുണ്ട്. തുതഹിറു നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്, 2 വട്ടം ആവർത്തിക്കുകയാണത്. അപ്പോ അത് അയാൾക്ക് വളർച്ച ഉണ്ടാക്കുന്ന, ആ വളർച്ച എങ്ങനെയാ? അത് അള്ളാഹു അയാളുടെ സമ്പത്തിൽ നൽകുന്ന ബർക്കത്ത്. ഇതെല്ലാം മാറിപ്പോയപ്പോ പടച്ചറബ് അയാൾക്ക് ബർക്കത്ത് ചെയ്യുന്നു. രണ്ടാമതോ, ഈ സക്കാത്തിലൂടെ പിന്നെ എന്താ ഉണ്ടാകുന്നത്? ഈ സക്കാത്ത് വാങ്ങുന്നവനും ഒരു വിശുദ്ധി ഉണ്ടാകും. പടച്ചവനെ ഒരു പ്രാർത്ഥന ഉണ്ടാകും, ഒരു വിശുദ്ധി ഉണ്ടാകണം. അതോടൊപ്പം മറുഭാഗത്തോ അവിടെ ഒരു സാമൂഹികമായ വളർച്ചയുണ്ടായി. സക്കാത്ത്, അവിടെയാണ് സക്കാത്ത്. ഇതെല്ലാം ആ വാക്കിൻ്റെ നോക്കി എന്തുമാത്രം അർത്ഥതലങ്ങൾ ആ ഒരു പദത്തിലുള്ളത്. ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു ഭാഗത്ത് സാമൂഹികമായ പുരോഗതിയും വളർച്ചയും. ആ പണം കൊണ്ട് എന്തൊക്കെ ഉണ്ടായി? വിദ്യാഭ്യാസത്തിന് നിവൃത്തിയില്ലാത്ത ഒരു കുടുംബത്തിലെ ഒരു കുട്ടി അതുകൊണ്ട് പഠിച്ചു. അവനിപ്പോ എന്തായി? 5-6 കൊല്ലത്തെ പഠനമൊക്കെ കഴിഞ്ഞപ്പോ അവന് നല്ല ജോലിയൊക്കെ ആയി. അതിനിപ്പോ സക്കാത്ത് മേടിക്കേണ്ടവനല്ല, സക്കാത്ത് കൊടുക്കേണ്ടവനെ വളർന്നു. ഇയാൾ കൊടുത്ത ആ പണം എന്തുമാത്രം ഇരട്ടിയായിട്ട് വളർന്നു വലുതായി. അത് ഒരുപാട് ലക്ഷങ്ങളിലേക്ക്, കോടികളിലേക്ക് വളർന്ന് വികാസം പ്രാപിക്കാണ് മറ്റൊരു വ്യക്തിയിലൂടെ. അതൊരു വിത്ത് നടുന്ന പോലെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഒരു വിത്ത് പോലെയാണ്, ഒരു ധാന്യമണി വീഴും പോലെയാണത്. ഇങ്ങനെ ആകണം. അല്ലാണ്ട് ആർക്കോ 5 റുപ്യോ 10 റുപ്യോ 27 രാവിലെ കൊടുക്കണ ഇടപാടല്ല ഇത്. ഇത് കറക്റ്റ് ആയിരിക്കണം. ആ വിത്ത് വീഴേണ്ടതുപോലെ കൃത്യമായിട്ട് വീണാൽ, വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? അത് വലിയ സാമൂഹിക പുരോഗതിയായിട്ട് വളരും. ഒരുപാട് ആളുകൾക്ക് വീടില്ലാത്തവർക്ക് വീടായി, തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിലായി, സമൂഹത്തിന് വലിയ വളർച്ചയും വികാസവും പുരോഗതിയും എല്ലാം അതിലുണ്ടാകും. ഇതിനൊക്കെ എന്ത് വേണം? സംഘടിതമായി തന്നെ ഈ സക്കാത്ത് നിർവഹിക്കണം. ഇസ്ലാമിൽ സംഘടിതമല്ലാത്ത സക്കാത്ത് ഇല്ലാന്ന്. സക്കാത്ത് സംഘടിതമായിട്ടേ ഉള്ളൂ. വിശുദ്ധ ഖുർആന്റെ പ്രമാണങ്ങളെല്ലാം സംഘടിതമായ ഒന്നായിട്ടാണ്, വ്യക്തിപരമായി നിർവഹിക്കേണ്ട ഒരു കാര്യമായിട്ടല്ല സക്കാത്തിനെ പരിചയപ്പെടുത്തുന്നത്. സക്കാത്തിന്റെ 8 അവകാശികളുണ്ട്. ആ 8 അവകാശികളിൽ ഒരു അവകാശി വൽ ആമിലീന അലൈഹ, അതിനുവേണ്ടി പണിയെടുക്കുന്നയാൾ. കേട്ടോ, ജോലിക്കാരനെ, ഒരു ജോലിക്കാരനുണ്ടാകണം, ശേഖരിക്കുന്ന ജോലിക്കാരനുണ്ടാകണം. എന്ത് വേണം? അതിന് അതോറിറ്റി ഉണ്ടാവണം, ഒരു സംവിധാനം ഉണ്ടാകണം. അങ്ങനെ അപ്പോ വൽ ആമിലീന അലൈഹ, പണിയെടുക്കുന്ന ആളുകളാണ് അതിലൊന്ന്. എന്ന് മാത്രമല്ല, ഖുർആൻ ഖുദു മിൻ അംവാലിഹിം എന്ന അവരുടെ സമ്പത്തിൽ നിന്ന് പിടിച്ചെടുക്കാനാ പറയുന്നത്. പിരിച്ചെടുക്കാൻ ശേഖരിക്കാൻ പറയാണ്. ഇതാര് ശേഖരിക്കും? ശേഖരിക്കാൻ ഒരാൾ വേണ്ടേ? അള്ളാഹു ശേഖരിക്കാൻ പറഞ്ഞാൽ അതിനൊരു സംവിധാനം ഉണ്ടാകണം എന്ന് തന്നെയാണ് അതിന്റെ പൊരുൾ. സംഘടിതമായി ചെയ്യുമ്പോഴുള്ളത് ഈ ഗുണം കിട്ടുള്ളൂ. നമ്മുടെ കേരള സമൂഹത്തിൽ എല്ലാ സമ്പന്നരും അവരുടെ തങ്ങളുടെ സക്കാത്ത് കൃത്യമായി നൽകാൻ തീരുമാനമെടുത്താൽ കേരളത്തിന്റെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്വയം പര്യാപ്ത മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ രൂപപ്പെട്ടു വരും. അത്ര പണം ഇവിടെ സക്കാത്തിന്റെ വിഹിതമായി നൽകാനുണ്ട്. സ്വയം പര്യാപ്തമായ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി. ഇതെന്ത് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു ഇതിനകത്തൊക്കെ കേട്ടോ.
റസൂലുള്ളാഹി ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്ന് ആലോചിച്ച് നോക്കി. എന്തെല്ലാം കാര്യങ്ങളെ അത് മുൻകൂട്ടി കാണുന്നത്. ഇവിടെയൊക്കെ നാട്ടിലൊക്കെ ഇന്ന് സർക്കാരുകളൊക്കെ ഇതിൽ നിന്ന് പിന്നോക്കം പോവുക. ആനുകൂല്യങ്ങളൊന്നുമില്ലല്ലോ, ഓരോന്നോരോന്ന് കുറച്ചുകൊണ്ടിരിക്കുക അല്ലേ. നിങ്ങളാരും ഒരു ആനുകൂല്യവും തന്നില്ലെങ്കിലും അതിനുള്ള ഒരു മെക്കാനിസം ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് സക്കാത്ത്. നിങ്ങളാരും ഒന്നും തന്നില്ലെങ്കിലും ഇവിടെ വീട് പണി നടക്കും. നിങ്ങളാരും ഒന്നും തന്നില്ലെങ്കിലും ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ പഠിക്കും. നിങ്ങളാരും ഒന്നും തന്നില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ തൊഴിലുണ്ടാക്കും. ആ മെക്കാനിസമാണിത്. ഇതാണ് സക്കാത്ത്. അതിങ്ങനെ ഖിയാമത്ത് നാൾ വരെ സ്വയം പര്യാപ്തമായ ഒരു മുസ്ലിം സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി അല്ലാഹു തആല ചെയ്തു വെച്ച സംവിധാനവും കൂടിയാണത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. അങ്ങനെ തന്നെ വേണോ അത് യഥാർത്ഥത്തിൽ സംഘടിതമായി ശേഖരിച്ച് ഏറ്റവും വ്യവസ്ഥാപിതമായ രൂപത്തിൽ വിനിയോഗിക്കപ്പെടുമ്പോഴാണ് ഈ പറയുന്ന ഒരു ഗുണം യഥാർത്ഥത്തിൽ അതിന് ഉണ്ടാവുക. അല്ലേ, ഉണ്ടാവില്ല. നമ്മുടെ ഇടയിലൊക്കെ ഇത് ഉണ്ടാവേണ്ടതായിരുന്നു കേട്ടോ. നമ്മുടെ ഇടയിൽ ഇപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാലേ, സക്കാത്തിന്റെ കാര്യത്തിൽ കാര്യമായ സംസാരമൊന്നുമില്ല. ഷഹാദത്ത് കലിമ പറയും. ഷഹാദത്ത് കലിമ പറഞ്ഞാൽ അടുത്ത സംഗതിയായിട്ട് പിന്നെ വരിക നമസ്കാരം. പള്ളിയിലെ പ്രസംഗത്തിലൊക്കെ നമസ്കാരം ഉണ്ടാവും. പിന്നെ 3 വെട്ടി, പിന്നെ 4 പറയുള്ളൂ, നോമ്പും പറയും. ഇതിൻ്റെ ഇടയ്ക്കൊരു സക്കാത്തുണ്ട്. ഒരു പള്ളിയിലും ഇല്ല, ഒരു പള്ളിയിലും പ്രസംഗമില്ല, സക്കാത്തില്ല. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇതാണ്. ഇപ്പം എൻ്റെ ഇടയ്ക്ക് വലിയ പ്രചരണവും വേറെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വേറെ പ്രചരണം നടക്കുന്നുണ്ട്. ഇത് സംഘടിതമായി കൊടുക്കാൻ പറ്റില്ല. പുരോഹിതന്മാരുടെ ഒരു സംവിധാനമാണത്. പൗരോഹിത്യത്തിൻ്റെ ഒരു സംഗതിയാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഞാനിത് പ്രത്യേകം എടുത്തു പറയണം വെച്ചാൽ നമ്മുടെ ഇടയിൽ ഭയങ്കരമായ വസ്വാസ്. ഞാൻ ഇത് മാത്രമൊന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയല്ല. ഈ സമുദായത്തെ, ഈ സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അത് അന്ന് മുതൽ പണ്ടുപോലെ ചെയ്യുന്നുണ്ട്. പണ്ട് ഇവിടെ ഖുർആൻ പഠിപ്പിക്കാൻ പാടില്ലായിരുന്നു അത് വകുപ്പ്. ഖുർആൻ അങ്ങനെ എല്ലാവർക്കും പഠിക്കാനുള്ള, സ്ത്രീകൾ തീരെ തന്നെ പഠിച്ചുകൂടാന്ന്. ഇവിടെ പഠിച്ചില്ലേ. വിദ്യാഭ്യാസം പാടില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, എന്തൊക്കെ കഴിഞ്ഞാൽ ഇവിടെ എത്തിയെന്നറിയും. ഒരുപാട് കാലം കഴിഞ്ഞു. പൗരോഹിത്യത്തോടുള്ള നിരന്തരമായ സംഘർഷങ്ങളിലൂടെ തന്നെയാണ് ഇസ്ലാമിക സമൂഹ വളർച്ചയും വികാസമൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അത്രയും കാര്യങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവർ തന്നെ ഇപ്പോൾ സ്കൂൾ തുടങ്ങി, അവർ തന്നെ കോളേജ് തുടങ്ങി. ഈ കുറേ മുമ്പ് സ്ത്രീധനത്തിന് വേണ്ടി ഇവിടെ ക്യാമ്പയിൻ നടന്നിട്ടുണ്ടേ. സ്ത്രീധനത്തിന് അനുകൂലിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഏറ്റവും വെറുപ്പോടെ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തിനാ ആ സാധനം വന്നെന്ന് ചോദിച്ചാൽ അതിൽ ഉസ്താദിന് ചില കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ടാണ്. അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാവരും അല്ല, എക്സെപ്ഷൻ ഉണ്ട്. എല്ലാവരും അല്ല, അങ്ങനെയുണ്ട്. സംഘടിതമായ ചില പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് തന്നെ അക്കാലത്ത് ഭയങ്കര പ്രശ്നമാണ്. അതിനെ അനുകൂലിച്ചുകൊണ്ട് ഇസ്ലാമികമായി അതിന് സാധുതയുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രചരണങ്ങൾ. ഒന്ന് നമ്മളെ മാനം കെടുത്തൽ അതിനകത്ത് ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. മറുഭാഗത്ത് എന്തിനാ പിന്നെ ചെയ്തത്? അതിന്റെ മക്കളുടെ കാര്യം, പെൺകുട്ടികളുടെ കാര്യം നാട്ടുകാർ നോക്കിക്കോളും. മകന് കിട്ടാനുള്ള ഇങ്ങോട്ട് പോരണമെന്ന പണത്തോടുള്ള ആർത്തി എന്ന് പറഞ്ഞിട്ടല്ലോ, അസാമാന്യ ആർത്തിയാണ്. പണ്ട് പള്ളി നിർത്തി പഠിക്കാൻ പോയത് തന്നെ ചിലപ്പോഴൊക്കെ അതിനു വേണ്ടിയും കൂടിയാണ്. വീട്ടിൽ പട്ടിണി ആയതുകൊണ്ടാണ്. പിന്നെ അതങ്ങനെ വളർന്ന് വികാസം പ്രാപിച്ചു. പിന്നെ പോലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മാതിരിയൊക്കെയായി. അതിൻ്റെ ഇടയ്ക്ക് മുടി, പൊടി, ചട്ടി, വട്ടി എല്ലാം കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബ്ബത്ത് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കച്ചവടം നടത്താൻ പറ്റുമെന്നാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ എന്ത് കിട്ടണ, എങ്ങനെയൊന്നും കിടക്കുന്നില്ല, കിട്ടണമൊക്കെ പോന്നോട്ടേന്നാ. നാട്ടുകാർക്കൊന്നും കിട്ടരുതെന്ന് നിർബന്ധമുണ്ട്. ആ കാര്യത്തിലേ ഉള്ളൂ. അതുകൊണ്ടാണ് സക്കാത്ത് അങ്ങോട്ട് വെട്ടിക്കളയുന്നത്. സംഘടിതമായിട്ട് തീരെ പറ്റില്ല എന്നാ. സംഘടിതമായിട്ട് ഇത് ആയിക്കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ വലിയൊരു വിഹിതം ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂട്ടർ ഇവരാണ്. ഇവർക്കത് കിട്ടാണ്ടാവും. 5000 10,000 ഇപ്പം ചില പണക്കാരൊക്കെ അങ്ങനെ കണക്കാക്കി ഉസ്താദിന് എന്തെങ്കിലും കൊടുത്താൽ മതി, ഇതോടുകൂടി കഴിഞ്ഞു എന്നാ. അതുകൊണ്ട് ഉസ്താദിന് കിട്ടിയിരുന്ന 5000 10,000 കുറഞ്ഞ് ബാക്കിയൊക്കെ കമ്മിറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് എന്തായാലും എല്ലാ കൊല്ലം തരുന്നില്ല, 500 പിടിക്ക് ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയാസവും. അതുകൊണ്ട് അത് വേണ്ടതില്ല എന്ന തീരുമാനം. സാമ്പത്തികമായ താല്പര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾക്ക് പള്ളി വരാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. പോകാവുന്ന 3-4 സ്ത്രീ ഈടുണ്ട്. ഡോക്ടർമാരെ കാണാൻ പോകുന്നതിൽ അത് ശരിയാകുമോ എന്നൊരു ചോദ്യം. ഉസ്താദിൻ്റെ അടുത്ത് മന്ത്രിക്കാൻ പോകണതിന് തകരാറൊന്നുമില്ല കേട്ടോ. അത് കാശ് ഇങ്ങോട്ടാണ്. ഡോക്ടറിൻ്റെ അടുത്ത് പോയത് ഇങ്ങോട്ട് ഒന്നും കിട്ടുമല്ലോ. ഇത് അതുകൊണ്ട് സിയാറത്ത് ടൂറിന് ഏത് ഉസ്താദിൻ്റെ കൂടെയും വട്ടം കറങ്ങാം, അതിന് കുഴപ്പമൊന്നുമില്ല. നേർച്ച സ്ഥലങ്ങളിലൊക്കെ യാതൊരു മര്യാദയും ഇല്ലാതെ പെണ്ണുങ്ങൾക്ക് നടക്കാം. പാതിരാവാളുകളിൽ അല്ലേ, ഇതിനൊക്കെ പോവാം. കാശ് കിട്ടുന്ന എല്ലായിടത്തും പൊക്കോളി നിങ്ങൾ. അത് നമുക്ക് കാശ് കിട്ടുന്നിടത്ത് നിങ്ങൾ പോകേണ്ടതുള്ളൂ, വരേണ്ടതുള്ളൂ. അല്ലാത്ത ഒരിടത്തും പോകേണ്ടതില്ല എന്നാ
ഇത് ഭയങ്കര അത്ഭുതകരമായ ഒരു സംഗതിയാ. ഒറ്റപ്പെട്ടൊരു കാര്യമല്ല കേട്ടോ. വിശുദ്ധ ഖുർആൻ ഇത് ഒരുപാട്, വിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളമായി ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് സംഘടിത സക്കാത്ത് നമുക്കറിയാലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിച്ചത് ആരോടാ? അദ്ദേഹം പറയുന്നുണ്ടല്ലോ, നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ ആര് വിവേചനം കൽപ്പിച്ചു അവനോട് ഞാൻ യുദ്ധം ചെയ്യുന്ന. എന്താ കാര്യം? നിസ്കരിക്കാൻ എല്ലാവരും പള്ളിയിലുണ്ട്, സക്കാത്ത് കൊടുക്കില്ല. ബൈത്തുൽ മാലിലേക്ക് അടക്കാൻ പറ്റില്ല, സംഘടിത പരിപാടി ഞങ്ങൾ നിർത്തിയിരുന്നു. ചില ആളുകൾ അവനോട് യുദ്ധം ചെയ്തെന്ന് പറഞ്ഞു. നമ്മുടെ ഇടയിലോ അതല്ലേ നമസ്കാരം. ഇതിന് ഇവർ പറയുന്ന ന്യായം എന്താ പറയട്ടെ? ഒരു ന്യായമുണ്ട്. ന്യായം എന്താ? ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്തെ സംഘടിതമായ സക്കാത്തുള്ളൂ. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലാണ് ഭരണകൂടമുള്ള കാലം അത്രയും പള്ളികൾ പ്രവർത്തിച്ചത്. ഇപ്പോഴും അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പോയി കാണാം. അവിടെ ഇമാമിനെ നിയമിക്കുന്നതും ജമാഅത്ത് നിർവഹിക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം സർക്കാരാണ്. ഇവിടെ ഇസ്ലാമിക ഭരണം ഇല്ല എന്ന് പറഞ്ഞ് പള്ളി ആരെങ്കിലും പൂട്ടിയോ? പള്ളിയൊക്കെ നടക്കും, പള്ളി നടക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനത്തിന്റെ ഒരു എവിടെ പേര് എത്തുന്ന നോക്കി. നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ ആരെങ്കിലും വിവേചനം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുന്നതാണ്. നമസ്കാരം സംഘടിതമായി നടത്താം എന്നുണ്ടെങ്കിൽ അതേ നമുക്കറിയില്ല. നമ്മുടെ മഹല്ല് കമ്മിറ്റികൾ എന്തിനുണ്ടാക്കിയ? മഹല്ല് കമ്മിറ്റികൾക്ക് ഒരു ചരിത്രപരമായ കാരണമുണ്ട്. അതിന് മഹല്ല് കമ്മിറ്റികൾ വെറുതെ ഉണ്ടായി വന്നൊരു സാധനമൊന്നുമല്ല. ഇസ്ലാമിക ഖിലാഫത്തിന്റെ പതനത്തോടുകൂടി മുസ്ലിങ്ങൾക്കുണ്ടായ പ്രാദേശികമായ ഒരു സമാന്തര ഭരണ സംവിധാനമാണത്. അതുകൊണ്ടാണ് അതിലെ ഖത്തീബിന് ഖാളി എന്നൊരു സംഗതി വന്നത്. ഖാളി എന്ന് പറഞ്ഞാൽ ആരാ? അവിടുത്തെ കാര്യങ്ങൾ വിധി പ്രഖ്യാപിക്കുന്ന ജഡ്ജിയാണ് അയാൾ, ഉത്തരവാദപ്പെട്ട ഹാക്കിമാണ് അയാൾ. ഇതാണ് എൻ്റെ സംഗതി. അങ്ങനെ ഒരു സമാന്തര ഭരണ സംവിധാനമാണത്. അപ്പൊ ആ മഹല്ലിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് നമസ്കാരത്തിന് വേണ്ടി സൗകര്യം ചെയ്യുന്നത് പോലെ, നമസ്കാരം സംഘടിതമായി നിലനിർത്തുന്നത് പോലെ തന്നെ രണ്ടാമത്തെ കാര്യം വരേണ്ടതായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പറ പ്രഖ്യാപിക്കുന്നുണ്ട് മഹല്ല് ഖത്തീബ്, പറ കണ്ടവരം ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ ഒരു വിവേചനവുമില്ല. അത് സംഘടിതമാണെങ്കിൽ അതേപോലെ സംഘടിതമായി നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ് ഈ പറയുന്ന സക്കാത്ത് സമ്പ്രദായം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഇടയിൽ സംഘടിത സക്കാത്തിനെതിരായി നടക്കുന്ന പ്രചരണങ്ങൾ ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ മാത്രം ഉപകരിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ജാഗ്രതയുള്ള ആളുകളായിരിക്കുകയും, ഇപ്പൊ വിശുദ്ധ റമളാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ സക്കാത്ത് നൽകേണ്ട ആളുകളെല്ലാം, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ പിന്നീട് വരുന്നുണ്ട്. സക്കാത്ത് നൽകേണ്ട ആളുകൾ, സക്കാത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. നമ്മുടെ ദീനിന്റെ സത്യസന്ധതയുടെ, ഇസ്ലാമിന്റെ മൗലികമായ തത്വങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്ന അതിപ്രധാനമായ സംഗതികളിൽ ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞാൽ അടുത്തത് സക്കാത്താണ്. സക്കാത്ത് നിർവഹിച്ച മതി. വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിലാണ് നമസ്കാരത്തെയും സക്കാത്തിനെയും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്, ചേർത്ത് ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആശയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. എന്തായാലും സക്കാത്തിനെ അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ ഏറ്റവും സത്യസന്ധരായ മനുഷ്യരാകാനും നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മൾ സക്കാത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പല ആളുകളും അതിൻ്റെ പല നൂലാമാലകള് പ്രശ്നങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോകണ്ട. അങ്ങനെയൊന്നുമല്ല. എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ എന്തോ ആയിക്കോട്ടെ ഏറ്റവും സത്യസന്ധവും സൂക്ഷ്മവുമായി 2.5% മറ്റൊന്നും നോക്കാതെ മാറ്റിവെക്കുന്ന മനുഷ്യരും നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ഞാൻ പറയുന്നത് സക്കാത്ത് ഏറ്റവും മനോഹരമായി നിലനിൽക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അത് ഏറ്റവും മനോഹരമായി സംഘടിതമായി തന്നെ നിലനിർത്തണം. നമ്മുടെ സ്ഥലത്തൊക്കെ ഓരോ പ്രദേശങ്ങളിലും അതിനുള്ള സംഘടിതമായ സംവിധാനങ്ങൾ ഉണ്ടാവുകയും അതിലേക്ക് പണം ശേഖരിക്കപ്പെടുകയും അതാത് പ്രദേശത്തുള്ള മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപകരിക്കും വിധം അത് കൈകാര്യം ചെയ്തു പോവുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. എന്തായാലും സക്കാത്ത് ഇസ്ലാമിക ജീവിതം പൂർണ്ണമായ രൂപത്തിൽ ഉൾക്കൊള്ളാൻ നമസ്കാരവും സക്കാത്തും അടക്കമുള്ള സകല കാര്യങ്ങളും ഒരു വീഴ്ചയുമില്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാനൊക്കെയുള്ള സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله حمدا كثيرا كما أمر
وأشهد أن لا إله إلا الله وحده لا شريك له المتعالي على المشاركة والمشاكلة لسائر البشر وأشهد أن محمدا عبده ورسوله النبي المعتبر أيها الناس أوصيكم عباد الله وإياي بتقوى الله واعلموا أن الله تعالى صلى على نبيه قديما فقال تعالى إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ارض عن الأربعة الخلفاء الراشدين المهديين عن أبي بكر الصديق وعمر الفاروق وعثمان ذي النورين وعلي المرتضى وعن بقية الصحابة القرابة كلهم أجمعين وعن التابعين وتابع التابعين وتابعهم بإحسان إلى يوم الدين. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട് തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. തമ്പുരാൻ എല്ലാ അർത്ഥത്തിലും മുത്തഖികളായി ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന വിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ സലാമത്തായി വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാനും ഏറ്റവും നല്ല സലാമത്തായ രൂപത്തിൽ അതിനെ ഉൾക്കൊള്ളാനും അതിലൂടെ നേടിയെടുക്കേണ്ടത് അനുഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള സൗഭാഗ്യം നൽകി അള്ളാഹുവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ എല്ലാ അർത്ഥത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞ സലാമത്തായ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകുന്ന ജീവിത വിഭവങ്ങൾ, ആയുസ്, ആരോഗ്യം, സമ്പത്ത്, സന്താനങ്ങൾ, ദീന്, ദുനിയാവ്, ഇൽമ, ഈമാൻ സർവ്വകാര്യങ്ങളിലും ബർക്കത്ത് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, അവശ്യവാർദ്ധക്യത്തിൽ നിന്ന്, മാരകങ്ങളും ഭയാനകങ്ങളുമായ രോഗങ്ങളിൽ നിന്ന്, അള്ളാഹുവെ താങ്ങാനാവാത്ത സകല പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരും നീ കാത്തുരക്ഷിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാദികളെയും ഒക്കെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗം ബാധിച്ച് പ്രയാസത്തിൽ കഴിയുന്ന പല ആളുകളും ഞങ്ങളോട് വ്യക്തിപരമായി പലരോടായി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ ആരൊക്കെയാണോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത് അവർക്കൊക്കെ നീ രോഗശമനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മാരകങ്ങളും ഭയാനകങ്ങളുമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരും നീ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. അള്ളാഹുവെ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഭാവി സന്തതി പരമ്പരകൾക്ക് ഹിദായത്ത് നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ലോക മുസ്ലിങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعزنا فلا تذلنا يا رب العالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار فلا تجعلنا من حطب النار فإنها بئس الدار وبئس الوثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.